ചാനൽ. ഇന്ന് നവംബർ 21 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ആണെന്ന്. നമുക്ക് എത്രയും പേർക്കും കഴിഞ്ഞു. ഇനി സെറിനാണുള്ളത്. സെറിൻ ഓൾറെഡി നമ്മുടെ കോളേജിലോട്ട് പോയിട്ടുണ്ട് എക്സാമിന് വേണ്ടി. നമ്മളങ്ങ് വാർഡിലോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഇന്നും പോസ്റ്റിംഗ് ആണ്, ഫുൾ ഡേ പോസ്റ്റിംഗ് ആണ്. അവിടെ എന്ത് നടക്കുന്നത് നമുക്ക് അറിയത്തില്ല. അവിടെ നല്ല ടെൻസ്ഡ് ആയിരുന്നു ഇന്നലെ. നമുക്ക് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകണം. കുറച്ച് വിറ്റുകളൊക്കെ അവൾ എടുക്കണം. അപ്പോൾ നമുക്ക് എക്സാമിനെ പറ്റി ചെറുതായിട്ട് പറഞ്ഞു തരാം. നമ്മൾ ഫസ്റ്റ് തന്നെ കോളേജിൽ ചെന്നിട്ട് നമ്മൾ ലോട്ട് എടുക്കണം. നമുക്ക് അറിയത്തില്ല നമ്മുടെ പേഷ്യൻ്റ് ആരാണ്. അപ്പോൾ നമ്മൾ ചെന്ന് ലോട്ട് എടുക്കുമ്പോഴാണ് ഏത് പേഷ്യൻ്റാണെന്ന് അറിയണം. എന്നിട്ട് നമ്മൾ ലോട്ട് എടുത്ത് വാർഡിൽ പോയി ഏത് പേഷ്യൻ്റാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് 45 മിനിറ്റ്സ് നമ്മൾ അവരുടെ ഹിസ്റ്ററി അതുപോലെ തന്നെ അവരുടെ നഴ്സിംഗ് ഡയഗ്നോസിലൊക്കെ എഴുതി ഫസ്റ്റ് 45 മിനിറ്റ്സ് മൊത്തം എഴുതാനാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 2 hours നമുക്ക് എന്താ 2 പ്രൊസീജിയർ ചെയ്യണം പേഷ്യൻ്റ്. ഒരു പ്രൊസീജിയർ എക്സ്റ്റേണലിലേയും കാണിക്കണം, ഒരു പ്രൊസീജിയർ ഇൻറ്റേർണലിലേയും കാണിക്കണം. അങ്ങനെ 2 പ്രൊസീജിയർ. ഈ 2 hours കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ കോളേജിൽ ചെന്നിട്ട് അവിടെ ഇൻ്റർപ്രിട്ടേഷൻ നടക്കും. അത് 5 മാർക്സിനാണ് ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നത്. അതിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണിക്കുന്നത്. സ്ക്രീനിൽ കാണിക്കും. നമ്മളതിൻ്റെ ആൻസർ എഴുതണം. അതിന് മാർക്ക് നമുക്ക് ആഡ് ചെയ്യുന്നതാണ്. അത് എഴുതി പിന്നെ വരുന്നതാണ് ഓസ്കിയും വൈവിയും. ഓസ്കിനകത്ത് പറയാനുള്ള ഏതെങ്കിലും രണ്ട് പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറയും. ഒരെണ്ണം ഇന്റേണലിനെയും ഒരെണ്ണം എക്സ്റ്റേണലിനെയും കാണിക്കണം. നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കണക്ക് ആയിരിക്കത്തില്ല. ഓസ്കിക്ക് നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ പഠിച്ച കണക്ക് ഓരോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നോക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് അവർ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനെല്ലാം നമ്മൾ അവർക്ക് ആൻസർ പറഞ്ഞു കൊടുക്കണം. പിന്നെ അതായിട്ട് വൈവ ഉണ്ട്. വൈവ നമ്മൾ 5 മാർക്സിനാണ്. അതും ഇന്റേണലിൽ എടുക്കലുണ്ട് വൈവ, എക്സ്റ്റേണലിൽ എടുക്കലുണ്ട് വൈവ. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും കൂടെ മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് ഫൈനൽ മാർക്ക് വരുന്നത്. അത് 50 മാർക്കിനായിരിക്കും വരുന്നത്. വൈവ നമുക്ക് ഭയങ്കര ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഗൈസ്. നമ്മൾ എല്ലാവരും പുറത്തിരുന്നിട്ട് എല്ലാവർക്കും അല്ല ഗൈസ്, ചിലവർക്ക് മാത്രം. നമ്മളൊക്കെ ചിരിച്ചു കാണിക്കും. ചിലരൊക്കെ പഠിക്കുന്നവർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നമ്മളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കും. അടുത്ത മാം എനിക്ക് അറിയായിരുന്നു, മാം പഠിച്ചതായിരുന്നു നമ്മൾ പറയുന്നത്. നമ്മൾ ഇത്രയും നാൾ കഴിഞ്ഞ് ഫയലും നമ്മുടെ ലോഗ് ബുക്കും എല്ലാം ആയിട്ടാണ് അവരുടെ അടുത്ത് ചെല്ലുന്നത്. ഭയങ്കര ടെൻഷൻ ആയിരിക്കും നമുക്ക്. ചിലവരൊക്കെ ആണെങ്കിൽ സിലബസ് വൈസ് ചോദിക്കും, ചിലവർ നമ്മൾ എഴുതുന്ന വൈസ് ചോദിക്കും. അവരുടെ ഇഷ്ടം പോലെയാണ് നമ്മൾ തിയറി ഒന്നും കൂടെ എഴുതിയെടുക്കണം. അതുപോലെ തിയറി കിട്ടിയില്ലെങ്കിലും പ്രാക്ടിക്കൽ എക്സാം ഒന്നും കൂടെ എഴുതേണ്ടി വരും. പിന്നെ പറയാനുള്ള അതിനെ കുറിച്ച് ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. ഇനി സെറിൻ്റെ കാര്യത്തിൽ നമുക്ക് സ്ട്രെസ് ഉണ്ട്. നമുക്കൊക്കെ കുഴപ്പമില്ലായിരുന്നു, വലിയ പ്രാക്ടിക്കൽ എക്സാമിൽ എന്തൊക്കെ പഠിച്ചാലും പേഷ്യന്റ് നമുക്ക് ഏത് കണ്ടീഷനാണ് കിട്ടുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. ഏത് കണ്ടീഷനുള്ള പേഷ്യന്റാണ് കിട്ടുന്നതെന്നും പേഷ്യന്റിനെ ബേസ് ചെയ്തിരിക്കും. ആ പേഷ്യന്റ് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തൊക്കെ നിൽക്കും. പിന്നെ വരുന്ന എക്സ്റ്റേണലിനനുസരിച്ച് വൈവേ ഓസ്കി അതൊക്കെ അതൊരു വലിയ ഫാക്ടറാണ്. പിന്നെ വൈവയ്ക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അവർക്ക് എന്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് സെം മുതൽ പഠിക്കുന്ന വേണമെങ്കിലും ചോദിക്കാം. നോർമലി നമ്മൾ കണ്ടുവരുന്ന സാധനം ചോദിക്കാം. നമുക്ക് അറിയാത്ത ഭയങ്കര എന്താ പറയുക കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. വൈവ അതുകൊണ്ട് ഏകദേശം ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്തൊക്കെ കാണാം സാറിന് എന്തൊക്കെ ചെയ്യുമെന്ന്. സാറിന്റെ ബിറ്റ്സ് ചെറിയ ചെറിയ ബിറ്റ്സ് എടുക്കാം. നല്ല പേഷ്യന്റ് കിട്ടണമെങ്കിൽ കിട്ടും. നമുക്ക് പ്രാർത്ഥിക്കാം. കോൺഷ്യസ് ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആർക്കായിരുന്നോ? ഞാനും ഐശ്വര്യ ഫസ്റ്റ് ഇരകള് നമ്മൾ വെച്ച് തുടങ്ങുന്നുണ്ട്. നമ്മൾ ആദ്യം ദിവസം മുതൽ 2 പേര് വരണം. പിന്നെ കുറച്ച് ഞാനും ഗൗരിയും വരും. പിന്നെ 3rd ഡേ ആണ് ഞാൻ വരുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ്. ലാസ്റ്റ് ആണ് നമ്മുടെ സെറി. എല്ലാ തവണയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിട്ടുന്ന എനിക്കും അച്ഛനേക്കും സെറിനുമാണ്. പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. എപ്പോഴും ഐശ്വര്യക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. ഐശ്വര്യക്ക് കുറച്ച് നല്ല പേഷ്യൻ്റ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന കുറച്ച് എപ്പോഴും നല്ല പേഷ്യൻസ് ആയിരിക്കത്തില്ല. പക്ഷെ ഈ പ്രാവശ്യം കുഴപ്പമില്ലായിരുന്നു. നമുക്ക് അറിയാവുന്ന കണ്ടീഷനൊക്കെ ആയിരുന്നു. ചിലപ്പോൾ നമുക്ക് അറിയാത്ത കണ്ടീഷനൊക്കെ കിട്ടും. അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. ഇത് പിന്നെ നമ്മൾ സെക്കൻഡ് ഇയറിന്റെ ലാസ്റ്റ് പ്രാക്ടിക്കലാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ തേർഡ് ഇയർ ആണ്. നമ്മൾ തേർഡ് ഇയർ ആയി. അതിന് സത്യം പറഞ്ഞാൽ തിയറി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 1.5 വർഷം കൂടെ ഉള്ളൂ. 1 വർഷം ഫോർത്ത് സെമ്മിൽ നമ്മൾ പ്രാക്ടിക്കലാണ്. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് ആണ്. മെഡ് സർജൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഈ നഴ്സിംഗിന്റെ കാര്യം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടാം. കമന്റ് ആരും ചെയ്തില്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് സെറിന്റെ എന്താ കാര്യം വീഡിയോ എടുക്കുന്നത്. എന്തായാലും നമുക്ക് ഒരുപാടൊന്നും കാണിക്കാൻ പറ്റത്തില്ല. കുറച്ച് കാണിക്കാനേ പറ്റത്തുള്ളൂ. കാരണം അതെ നമ്മൾ അപ്പം നമുക്ക് ഉള്ള ബിറ്റ്സ് ഒക്കെ ചെറുതായിട്ട് ഇടാം. എക്സാം ആണെന്ന് കൂടെ നിങ്ങൾ ആലോചിക്കണം. അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ വ്ലോഗും കൊണ്ട് ഇറങ്ങുന്നത്. ഓക്കെ ഗൈസ്, ബൈ. ഗൈസ് ഇന്ന് സെറിന് എക്സാമാ.
ഇവിടെ സ്റ്റെത്തൊക്കെ ഇട്ട് ഈശോയൊക്കെ വിളിച്ചോണ്ടിരിക്കുക ഗൈസ്. ടെൻഷൻ ഉണ്ടോ സാറേ? ആ വേറെ ഉണ്ട് ഇവിടെ എക്സാം ആയിട്ട് ഫുഡ് മുഖ്യം. സാറിൻ്റെ എക്സാം ഹാളിലോട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. സാറിന് എന്താ ചെയ്യുന്നത് നോക്കാം. ഏത് പേഷ്യൻറ്റിനെ കിട്ടിയെന്നൊന്നും അറിയാൻ വയ്യ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തായാലും. ഏതാടി? സി എ ഡി ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, നല്ല പേഷ്യൻ്റ് ആയിരുന്നു, ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു അയാൾ. ഇനി വൈവയില്ലേ? ഇൻ്റർപ്രിട്ടേഷൻ പോസിറ്റീവ്. ഓക്കേ. കഴിഞ്ഞ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഷബന? അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലടേ. പേഷ്യൻ്റൊക്കെ നല്ല കോപ്പറേറ്റീവ് ഒക്കെ ആയിരുന്നു. പിന്നെ സമയം കിട്ടി എഴുതാൻ. പിന്നെ എന്താ പ്രൊസീജിയർ ഒന്നും വലിയ സീനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ്റെ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ എന്താ വൈവയ്ക്ക് എക്സ്ട്രാ കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഞാൻ സീനില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലായിരുന്നു.